പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, പത്തനംതിട്ടയിലേക്ക് വന്നാൽ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? ഈ 5 സീറ്റും നിലനിർത്താൻ കഴിയും എന്നാണോ ജില്ലാ നേതൃത്വം പറയുന്നത്? അമൃത, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലുള്ള 5 നിയോജക മണ്ഡലങ്ങളിലും LDF സീറ്റ് പിടിച്ചെടുത്തിരുന്നു. അത് ഇത്തവണയും നിലനിർത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം നിലവിൽ വിലയിരുത്തലായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാനത്തുടനീളമുള്ള 140 നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും അധികം വാശിയേറിയ ത്രികോണ മത്സരം നടന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. അവിടെ വീണ ജോർജിനെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു UDF-ന്റെയും NDA-യുടെയും ലക്ഷ്യം. പക്ഷേ ആറന്മുളയിൽ വീണ ജോർജ് സേഫ് ആണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് നിലവിൽ CPM ജില്ലാ നേതൃത്വം എത്തിയിട്ടുണ്ട്. ആറന്മുളയിൽ വീണ ജോർജ് സേഫ് എന്ന് ബൂത്ത് തലത്തിലെ അവലോകനത്തിലാണ് ഇപ്പോൾ CPM അങ്ങനൊരു വിലയിരുത്തലിലേക്ക് വന്നിട്ടുള്ളത്. 7000 വോട്ടിന് വീണ ആറന്മുളയിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് പോകും. പക്ഷേ BJP കൂടുതൽ വോട്ടുകൾ പിടിക്കും. ഒരുപക്ഷെ 25,000-ന് മുകളിലേക്ക് വോട്ടുകൾ ഒരുപക്ഷെ BJP പിടിച്ചേക്കാം. എന്നാൽ പോലും 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് ആറന്മുളയിൽ നിന്ന് 3ാം തവണയും ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് CPM ജില്ലാ നേതൃത്വമുള്ളത്. വീണ ജോർജ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 30,000-ത്തിലേക്കൊന്നും എത്തില്ലെങ്കിൽ പോലും 7,000-നും 5,000-നും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് ജയിക്കും എന്നുള്ളത് CPM ജില്ലാ നേതൃത്വം ഒരു വിലയിരുത്തലായിട്ട് എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, അടൂർ നിയോജക മണ്ഡലത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനത തേടിയ LDF-ന്റെ പ്രജി കണ്ണൻ 4,500 മുതൽ 5,000 വോട്ടിന് വരെ അടൂർ നിയോജക മണ്ഡലം നിലനിർത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ ഏറ്റവും അധികം ദേശീയ നേതാക്കൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നുപോയ രാഹുൽ ഗാന്ധി അടക്കം ആദ്യം എത്തിയ ഒരു നിയോജക മണ്ഡലം അടൂരാണ്. അടൂരിൽ ഇത്തവണ 3ാം തവണ ചിറ്റയത്തിന്റെ പിൻഗാമിയായിട്ട് പ്രജി കണ്ണൻ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി നേതൃത്വം എടുത്തിട്ടുണ്ട്. കോന്നിയിൽ ജനീഷ് കുമാർ തന്നെ ജയിക്കുമെന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ CPM ഉറപ്പിച്ചിരുന്നതാണ്. കോന്നി സീറ്റ് ഒരു തരത്തിലും വിട്ടുപോകില്ല എന്നുള്ളത് ആദ്യമേ ഉറപ്പിച്ചിരുന്ന CPM പോലെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിനകത്തേക്ക് വരുമ്പോൾ ഒരു കുറവ് കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 8,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ജനീഷ് കുമാർ ജയിക്കുക. കാരണം അടൂർ പ്രകാശ് മത്സരിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ സീറ്റ് CPM നിലനിർത്തുമെന്നുള്ള ഒരു പ്രതീതിയൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ സതീഷ് കൊച്ചുപറമ്പിൽ വലിയ കടുത്ത മത്സരം കാഴ്ചവെച്ചിരുന്നു. 8,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനീഷ് കുമാർ കോന്നിയിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്നുള്ളതാണ് CPM-ന്റെ ഒരു വിലയിരുത്തൽ. റാന്നിയിലും തിരുവല്ലയിലും സമാനമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ട്. 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റാന്നിയും തിരുവല്ലയും CPM LDF നിലനിർത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനൊരു വിലയിരുത്തലായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. BJP മണ്ഡലത്തിലുടനീളം ശക്തിയായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് തിരുവല്ലയിലടക്കം BJP ശക്തിയായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചു എന്നുള്ള വിലയിരുത്തൽ കൂടി CPM നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇനിയും കൂടുതൽ വിശദമാറ്റം ഉണ്ടായേക്കാം. എന്തായാലും 5 നിയോജക മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിൽ CPM LDF നിലനിർത്തും എന്നുള്ള ഒരു തരത്തിലേക്കുള്ള വിലയിരുത്തലിലേക്കാണ് നിലവിൽ നേതൃത്വം പോയിട്ടുള്ളത്. അമൃത, ശരി, പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.